ഇൻസ്റ്റ തുറന്നാലേ ഈ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. എവിടെ നോക്കിയാലും ഈ മാങ്ങാക്കാലത്ത് വൈറലായിട്ടുള്ളൊരു താരമാണ് മാങ്ങ വെച്ചിട്ടുള്ള ഒരു ചട്നി. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമാങ്ങയും അതുപോലെ തക്കാളിയും ഇതുപോലെ കമിഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു മാങ്ങയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. അത് വലിയ മാങ്ങയായതുകൊണ്ടാണ് കേട്ടോ. മീഡിയം ആണെങ്കിൽ ഒന്ന് എടുത്താൽ മതി. അതിലേക്ക് തക്കാളിയും ഒരു 8 വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തിട്ട് അടച്ചൊന്ന് 5 മിനിറ്റ് വയ്ക്കാം. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടും നമ്മൾ കുറച്ച് നേരം വേവിച്ചെടുക്കുക. മാങ്ങയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വരണം കേട്ടോ. പിന്നെ പ്രത്യേകം പറയാണ്, ഹൈ ഫ്ലെയിമിലിടരുത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോവുകയുള്ളൂ. എന്നിട്ട് അത് വെന്തതിന് ശേഷം അതിൻ്റെ തൊലി ഒന്ന് നമ്മൾ മാറ്റി കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മാങ്ങയുടെ തൊലിയും നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ തക്കാളിയുടെയും മാങ്ങയുടെയും തൊലി മാറ്റിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും ഉപ്പും ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഇതേ സംഭവം തീർന്നു കേട്ടോ. ഇതേ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും കേട്ടോ. ഇച്ചിരി പുളിയൊക്കെ ഇഷ്ടമുള്ളവരുണ്ടല്ലോ, അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.